നമ്മൾ സ്ഥിരമായിട്ട് പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ പഠിച്ച് ഡോക്ടർ ആയിക്കോന്ന്. ഇത് ഡോക്ടർ ആവുക എന്ന് പറയുന്നത് നമ്മളുടെ മെഡിക്കൽ എൻട്രൻസിൽ കാര്യം ഇത് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ടഫാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ മറന്നുകൂടാത്ത ഒരു സാധനമാണ് മെഡിക്കൽ സെക്ടർ എന്ന് പറയുന്നത്. ഒരു സർവീസ് സെക്ടറാണ്. സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും മെഡിക്കൽ സെക്ടറിലേക്ക് കടന്നു വരേണ്ടത്. അത് ഡോക്ടറായാലും നഴ്സായാലും എല്ലാം. ഇപ്പം നമ്മൾ അധികം ബുദ്ധിശക്തിയുള്ളവരെ സയൻറ്റിസ്റ്റ് ആവാനും ബാങ്കിങ്ങിലേക്കും ബിസിനസ്സിലേക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ആവുക എന്നുള്ളതിന് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡം. നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമായിട്ടാണ് ഒരാൾ വരിക. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ എൻട്രൻസ് എഴുതി, എനിക്ക് ആയുർവേദമാണ് കിട്ടിയത്. ഞാനിപ്പോൾ 15 വർഷമായിട്ട് ആയുർവേദ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് അനുദിനം അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക വിഷമങ്ങളും ഒക്കെ ആയിട്ടാണ് ആളുകൾ വരിക. അപ്പോൾ അവരോട് ഒരു എമ്പതിയോടുകൂടി സിമ്പതിയോടുകൂടിയൊക്കെ സംസാരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് നഴ്സിംഗിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. വരുന്ന ആൾ ഒരു സ്റ്റിച്ച് ഇടാനോ ഒരു ഇഞ്ചക്ഷൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അസുഖമായിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ് എപ്പോഴും മെഡിക്കലിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെല്ലാം മൈൻഡ് സെറ്റ് ഇല്ല, അതൊരു ബുദ്ധിമുട്ടാണ്. ആളുകളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കേട്ട് അത് പറയാനുള്ള ഒരു ക്ഷമയൊന്നും നമുക്കില്ല എന്ന് വെച്ചതുകൊണ്ട് നിങ്ങൾ മോശമാവുന്നൊന്നുമില്ല. കാരണം സർവീസ് സെക്ടർ അല്ലാത്ത ഇഷ്ടം പോലെ സെക്ടറുകൾ വേറെയും നല്ല എക്സലൻസ് ആവശ്യപ്പെടുന്ന ആളുകളെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ മനസ്സിൽ വെക്കണം മെഡിക്കൽ എൻട്രൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ.